ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എത്ര ശിവരാത്രികളുണ്ട് എന്നതിനെ കുറിച്ചാണ്. നമ്മളിൽ ആർക്കൊക്കെ അറിയാം ഭഗവാന് 5 ശിവരാത്രികൾ ഉണ്ട് എന്ന കാര്യം. മഹാദേവന് പ്രിയപ്പെട്ടതാണ് ശിവരാത്രി. ആ ശിവരാത്രികൾ 5 തരമാണുള്ളത്. അവയുടെ പേരുകളും ആ ശിവരാത്രികൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഉള്ള ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി നാളിൽ വരുന്ന ശിവരാത്രിയാണ് മഹാശിവരാത്രി. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ശിവപൂജ ചെയ്യുന്നവർക്ക് ജീവൻ മുക്തിയാണ് ഫലമായിട്ട് ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇനി യോഗശിവരാത്രി എന്നൊരു ശിവരാത്രി കൂടിയുണ്ട്. തിങ്കളാഴ്ച മുഴുവൻ വരുന്ന അമാവാസിയാണ് യോഗ ശിവരാത്രി. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ശിവപൂജ ചെയ്യുന്നവർക്ക് സർവപാപമുക്തിയാണ് ഫലം. ഇനി അടുത്തത് നിത്യശിവരാത്രി. വർഷത്തിലെ 12 മാസങ്ങളിലും വരുന്ന 12 കൃഷ്ണപക്ഷ ചതുർദശി, 12 വെളുത്ത പക്ഷ ചതുർദശി എന്നിങ്ങനെയുള്ള 24 ചതുർദശികളും നിത്യശിവരാത്രി എന്നാണ് പറയപ്പെടുന്നത്. ഇനി പക്ഷശിവരാത്രി എന്നൊരു ശിവരാത്രി കൂടിയുണ്ട്. മകരമാസത്തിലെ കൃഷ്ണപക്ഷ പ്രഥമ തിഥി മുതൽ 13 ദിവസം വരെ വളരെ ചിട്ടയോടുകൂടി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് 14ാമത്തെ ദിവസമായ ചതുർദശിയിൽ പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുന്നതിനെയാണ് പക്ഷ ശിവരാത്രി എന്ന് പറയുന്നത്. ഇനി മാസം തോറും വരുന്ന ശിവരാത്രിയുമുണ്ട്. മാസം തോറും വരുന്ന അമാവാസിക്ക് തലേന്ന് വരുന്ന ചതുർദശി തിഥിയെയാണ് മാസ ശിവരാത്രി എന്ന് വിളിക്കുന്നത്. ശിവായ നമ എന്ന് ജപിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല. ശിവരാത്രി ദിവസം രാത്രി ശിവന് 4 യാമപൂജകൾ നടത്തപ്പെടുന്നുണ്ട്. ആദ്യ യാമത്തിൽ ബ്രഹ്മാവും, 2ാമത്തെ യാമത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും, 3ാമത്തെ യാമത്തിൽ ശക്തിസ്വരൂപിണിയായ ദേവിയും, 4ാമത്തെ യാമത്തിൽ 33 ദേവകളും മഹർഷിമാരും ഭൂതഗണങ്ങളും മനുഷ്യരും സമസ്ത ജീവജാലങ്ങളും ഭഗവാനെ പൂജിക്കുന്നു. ഇവയെല്ലാം സൗകര്യമനുസരിച്ച് അനുഷ്ഠിക്കാവുന്നതാണ്. ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമല്ല അവരുടെ സന്തതി പരമ്പരകൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കും എന്നാണ് വിശ്വാസം. വിശ്വാസം മാത്രമല്ല, അത് തന്നെയാണ് സത്യവും. എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെ ലോകപിതാവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹര ഹര മഹാദേവ.